സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയോട് ചേർത്ത് വെക്കേണ്ട ഒന്നാണ് സഹനം. നമ്മൾ അല്പം സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമാണ്. സഹനത്തോടെയുള്ള പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധി വലിയ നേതാവ്, പക്ഷേ ഉപവാസമെടുത്ത് സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, രാജ്യത്തിൻ്റെ നന്മയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി. അപ്പനമ്മമാർ അല്പം ഉപവാസമെടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് നന്മ വരും. ഒരാൾ ഉപവാസം ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആളുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് ഒരുപാട് നന്മ വരും. കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ എടുക്കാൻ പഠിക്കണം. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമെടുത്ത മഹാത്മാഗാന്ധി. ഇന്നും വലിയ വലിയ ആചാര്യന്മാർ അവരോരോ ദൗത്യമേൽക്കുമ്പോൾ അവർ ഭക്ഷണം വെടിയുന്നു, അവർ ത്യാഗമെടുക്കുന്നു. അപ്പോൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്. കുടുംബത്തിൽ അപ്പനും അമ്മയും ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ട്. അധ്യാപകർ ത്യാഗമെടുത്തിട്ട് പഠിപ്പിച്ചാൽ ആ കുട്ടികളിൽ ഒരു നന്മ വരും. ത്യാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ സാധാരണയായിട്ട് അപ്പനേക്കാൾ കൂടുതൽ ത്യാഗമെടുക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടവും അമ്മയോടാണ്. വർത്താനം പറയുന്നത് അമ്മയോടാണ്, ഇടപെടുന്നത് അമ്മയോടാണ്. അപ്പം അമ്മയോട് അധികം ബന്ധപ്പെടാൻ കാരണം രോഗം വന്നപ്പോൾ ഉറക്കളച്ച് ത്യാഗമെടുത്തത് അമ്മയാണ്. ക്ഷേത്രത്തിൽ കൊണ്ടുള്ള അമ്മയാണ്, പള്ളി കൊണ്ടുള്ള അമ്മയാണ്. അപ്പം അങ്ങനെ അമ്മയുടെ ഒരു ത്യാഗം, ആ ത്യാഗം കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അറിയാതെ അമ്മയോടെടുക്കുന്നു. തന്നെയുമല്ല, നമ്മൾ ത്യാഗങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ ആത്മീയ ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരും. ഭക്ഷണം വെടിയുമ്പോൾ ഒരു ആത്മീയമായ ധൈര്യം, എനിക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റും, ഈ ഒരു ധൈര്യമാണ് കിട്ടുക. ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഉപവാസം എടുക്കാൻ പറ്റും, കള്ളുകൂടി വേണ്ടെന്ന് വെക്കാൻ പറ്റും, പുകവിന് വേണ്ടെന്ന് വെക്കാൻ പറ്റും, ജടികമായ ബലഹീനതകൾ ഉപേക്ഷിക്കാൻ പറ്റും. ഈ ധൈര്യം ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കും. ഒന്നിനും മുമ്പിൽ പതറുകയില്ല. ഏത് മലയും നടന്നു കയറാൻ പറ്റും, ഏത് കടലും നീന്താൻ പറ്റും. അപ്പോഴൊക്കെ അവർക്ക് ഉറപ്പുണ്ട്, ഏത് രാത്രിയുണ്ടെങ്കിലും അവസാനം ഒരു പുലരിയുണ്ട്, ഏത് യാത്രയുണ്ടെങ്കിലും അവസാനം ലക്ഷ്യമുണ്ട്, ഏത് സഹനമുണ്ടെങ്കിലും സഹനത്തിന് സമ്മാനമുണ്ട്. ഈ തിരിച്ചറിവ് അവരെ ബലപ്പെടുത്തുന്നു, അവരെ ശക്തിപ്പെടുത്തുന്നു. ത്യാഗമെടുക്കാം. എന്താണ് കൊച്ചു കൊച്ചു ത്യാഗം? ഒരുപക്ഷെ ഭർത്താവ് പറയുന്ന ചില കമൻറ്റ് മറുപടി പറയാതെ ഒരമ്മ സഹിക്കുമ്പോൾ അമ്മയുടെ ത്യാഗമാണ്. ആ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചാൽ മതി. ഭാര്യ എന്തേലും പറയുമ്പോൾ നിശബ്ദമായി ഒരപ്പൻ മൗനം പാലിച്ചാൽ അപ്പൻ്റെ മൗനമാണ്. ആ മൗനത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ചിലപ്പോൾ അപ്പനമ്മമാരെ മനസ്സിലാക്കാതെ മക്കൾ ചിലപ്പോൾ കടുപ്പമായ വാക്ക് പറയും. സാരമില്ല, പോട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. അത് ത്യാഗമുണ്ട്. എവിടെയെല്ലാം ത്യാഗം കണ്ടെത്താൻ പറ്റുമോ കണ്ടെത്തി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് വളരാം. ആ ത്യാഗം മനക്കരുത്തും ഉൾക്കരുത്തും നമുക്ക് പ്രദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.